ഷറഫിന്റെ കൂടെ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫിലിമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാണ് ഷറഫ്. അത് ആദ്യത്തെ സിനിമ മുതൽ ഞാൻ ശ്രദ്ധിച്ചതാണ്. അദ്ദേഹം ആ കുതിരയൊക്കെ നിന്നിട്ട് വന്നിട്ട് ആ സ്നാക്സ് ഒക്കെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചതാണ്. അന്ന് ഇയാളിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. അതനുസരിച്ച് തന്നെ ജഗദീശനൊക്കെ പറഞ്ഞ ഷോൾവ് ചെയ്യാൻ മിടുക്കനായ ഒരു കലാകാരൻ തന്നെയാണ് നമുക്ക് നല്ലൊരു കലാകാരനെയാണ് കിട്ടിയിരിക്കുന്നത്. ഒപ്പം ഷറഫിന്റെ ഒപ്പം തന്നെ എന്റെ മോക്കും അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ മോക്കും അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നേരിട്ടൊരു എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ഒരു സന്തോഷമുണ്ട്. പിന്നെ ജഗദീഷ് ഞാനും ഏതാണ്ട് 1 വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ നമ്മൾ ഇൻഡസ്ട്രി വന്നിട്ട്, അത്രയേ ഉള്ളൂ. ജഗദീഷ് 40 വർഷമായിട്ടുണ്ടാവും, ഞാനൊരു 39 വർഷത്തോളമായിട്ടുണ്ടാവും, അത്രയാണ് വ്യത്യാസം. അപ്പോൾ ആ വ്യത്യാസത്തിനിടയ്ക്ക് നമ്മൾ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൗതുകമുണ്ട്. അതെന്താ പറയാ, ആ ഒരു സന്തോഷമാണോ, അത് എന്താണ് അതിന്റെ ആ വികാരത്തിന്റെ പേരെനിക്കറിയില്ല. അത് ദൂരെ നോക്കി കാണുമ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കാണുമ്പോഴും ഉണ്ടാകുന്ന ഒരു സന്തോഷം. ഇതൊക്കെയാണ് മാർക്കോസിനെ ചെയ്യാനുള്ള കാരണം. ബിന്ദു 2 വാക്കോടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരത്തെ പറയാനായിട്ട് മുഴുവൻ പിരിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത ജോലി വന്നു, അതുകൊണ്ടാണ്. എന്താ പറയുക, സന്തോഷം. പിന്നെ സച്ചിനോട് ഞാൻ തുടങ്ങി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കും ഒരുപാട് സന്തോഷം. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരുപാട് സന്തോഷം. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഈ സായി കുമാറിനും ഷറഫുദ്ദീനും വേണ്ടി ഞാൻ 4 വരി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്തെങ്കിലും കാരണം പറഞ്ഞ് എനിക്ക് 4 വരി പാടണം, അതേ ഉള്ളൂ. അപ്പൊ 4 വരി. രാത് അന്ധേരി दूर किनारा तेरे सिवा अब कौन सहारा, चंचल रहे गहरा भंवर है, चंचल रहे गहरा भंवर है, करती न डूबे मन में डर है, नैया पार लगाना हो साथी, प्रीत की रीत निभाना। ओ राही रे राही रे, चाहे पड़े मिट जाना हो साथी, प्रीत की रीत निभाना. താങ്ക് യു. എനിക്ക് ഷറഫുദ്ദീനെ ക്ഷണിക്കണമെന്നുണ്ട്, പക്ഷേ ആങ്കേഴ്സിന് വിഷമാവും. അവര് ഇതിലെ ഹീറോയെ കാര്യമായിട്ട് വിളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഹേമന്ത് കൃഷ്ണൻ റെഡി ആയിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ആ ജോലി ഞാൻ ഏറ്റെടുക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. എല്ലാവരും കാണുക.